പക്ഷേ ഈ പണ്ട് കാലത്തൊക്കെ ദൈവദാസന്മാർ ഇതുപോലെ തെരുവുകളിലും സ്ട്രീറ്റുകളിലും ഗ്രാമങ്ങളിലൊക്കെ പോയി ജനങ്ങളോട് സുവിശേഷം പറയുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയില്ല. ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പം ഓരോ സ്റ്റേജും കൺവെൻഷൻ വേദികളും പോസ്റ്ററൊക്കെ അടിച്ച് ആളുകളെ ക്ഷണിച്ചാണ് സുവിശേഷം പറയാറ്. അപ്പോൾ അത് താല്പര്യമുള്ളവർ മാത്രമേ വരത്തുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ആളുകളിലേക്ക് ചെല്ലുകയാണ്, ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ വന്ന വിശ്വാസികളാണ് ഇന്ന് നമ്മൾ ദേശത്ത് കാണുന്നത് എല്ലാവരും, അല്ലേ? അങ്ങനെ ഇതുപോലെ ദൈവദാസന്മാർ പട്ടിണി കിടന്നും വിയർത്തും മൈലുകൾ താണ്ടി നടന്നുമൊക്കെ ആത്മാക്കളെ നേടിയതാണ്. ആ ജനങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റിനുമുള്ള ഈ വിശ്വാസികൾ എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ ഇന്നത്തെ കാലത്ത് ആ ഒരു പ്രവർത്തനം ഇന്നില്ല, നിന്നുപോയി. പക്ഷേ ചുരുക്കം ചില ആളുകൾ മാത്രമേ അങ്ങനെ പ്രവർത്തനം ചെയ്യുന്നുള്ളൂ. പാസ്റ്ററിനെ പോലെ, അപ്പച്ചനെ പോലുള്ള ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു നിന്നുപോയ ആ ഒരു എന്താണ് പാസ്റ്ററിന് പറയാനുള്ളത്? യേശുദാസൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്കെല്ലാം ഒരു സന്തോഷവും ദൈവസന്നിധിയിലേക്കുള്ള ഒരു ആകർഷണവും ഉണ്ടായിരുന്നു അന്ന് ആ കാലത്ത്. ഇന്നിപ്പം ജനങ്ങൾ വലിയൊരു മാറ്റത്തിലേക്ക് വന്നിരിക്കുക. അതുകൊണ്ട് അനേകർ ഇന്ന് ദൈവസന്നിധിയിൽ പഴയ ആത്മീയ പിതാക്കന്മാർ ചെയ്തതായ ശുശ്രൂഷകൾക്ക് ആഗ്രഹമില്ല. എല്ലാവരും വലിയ വലിയ ആഗ്രഹങ്ങൾക്ക് വന്നുകൊണ്ട് ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നുപോയി പ്രവർത്തിക്കാനുള്ള താല്പര്യം കുറഞ്ഞുപോയി. അതുകൊണ്ട് അനേകർ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള വരവ് നിലച്ചു പോകുന്നു. ഇന്ന് സഭയിലും കൺവെൻഷനും മാത്രമേ ഉള്ളൂ ജനങ്ങൾ. മറ്റേ ആത്മീയ പിതാക്കന്മാർ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നുപോയി സുവിശേഷം അറിയിക്കുക. അതുകൊണ്ട് ജനങ്ങൾ ഇന്ന് പലപ്പോഴും ആത്മീയത്തിൽ കുറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ഇന്ന് ആത്മീയത്തിൽ നിന്ന് ജനങ്ങൾ ആത്മീയമായി രക്ഷപ്പെടുന്നില്ല. ഉള്ള ജനങ്ങൾ മാത്രം ദൈവവചനം കേൾക്കുക, പ്രാർത്ഥിക്കുക, പാട്ട് പാടുക, ഇത്രയൊക്കെ ഉള്ളൂ. ആത്മീയ വരവില്ല ഇന്ന്. മറ്റേ അങ്ങനെയില്ല. ദൈവത്തിൻ്റെ വചനം അതേത് സമയത്താണെങ്കിലും പറഞ്ഞ് ജനങ്ങളെ രക്ഷയിൽ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ആത്മീയ പിതാക്കന്മാർ ചെയ്തു, അവർ വിശ്വസിച്ചു, ദൈവത്തിൽ സന്നിധിയിൽ ആശ്രയിച്ച് അവർ ജീവിച്ചു. ഇന്നപ്പോഴുള്ള ജനങ്ങൾ അങ്ങനെ ഇല്ല. സഭയിൽ മാത്രം, കൺവെൻഷനിൽ മാത്രം, അത്രയേ ഉള്ളൂ.